മഴയൊക്കെ ചാറുണ്ട്. ബസ് പോയാണാവോ? കുട്ടിയെ, ആ ചുമന്ന കളറുള്ള ബസ് പോയാ? ഞാൻ ഇപ്പോ കട തുറന്നിട്ടുള്ളൂ. ഞാൻ തുറന്നിട്ട് ബസ്സുകളൊന്നും പോയിട്ടില്ല. ഇനിയിപ്പോ ചിലപ്പോ കുറച്ച് കഴിഞ്ഞാ വരും. അല്ല, നിങ്ങളിപ്പോ എവിടുന്നാ വരുന്നത്? ഞാനൊന്ന് ബാങ്ക് വരെ പോയതാ. അതെ, എന്നാ അവിടെ ബസ് സ്റ്റോപ്പിൽ പോയിരുന്നോളെ, ബസ് ഇപ്പൊ വരും. ശരി മോനെ. ഞാനൊന്ന് ബാങ്ക് വരെ പോയതാ. എന്തായി പേരക്കുട്ട കല്യാണം? ഒന്നും പറയണ്ട മോനെ, ഇനി ഒരാഴ്ച ഉള്ളൂ. എന്തെങ്കിലും ആയിക്കണോ? നിങ്ങളുടെ അവസ്ഥയൊക്കെ അറിയാം, അതുകൊണ്ട് ചോദിക്കണോ? ഞാനിപ്പോ അതിന്റെ ആവശ്യത്തിന് ബാങ്കിലൊന്ന് പോയി വരിക. പോരണോ? ഒരടി കണ്ട് നടക്കാൻ വയ്യ മോനെ, ഞാൻ ബസ്സിന് വന്നോളാം, ഇജ്ജ് പോയിക്കോ. ആരപ്പോ വിളിക്കണേ? കുഞ്ഞുട്ടിയേ, കിട്ടിയടാ, സാധനം കിട്ടി. ഞാൻ ഇവിടെ ബസ് കാത്തിക്ക. ബസ് കാണാനില്ലല്ലോ, പഠിച്ചോനെ. എത്തപ്പോ നീ ചീത്ത അറിയാൻ തുടങ്ങും. നിക്കട മാനെ, ഞാനുണ്ട്. നിങ്ങളെന്താ ഇവിടെ? ഞാനൊന്നും പറയണ്ട, കൊറേ നേരമായി ബസ് കാത്തിക്കണ്. ഇജ്ജ് അങ്ങടല്ലേ? ഞാനുണ്ട്. ചെക്കന്മാരൊന്നും കാണാനില്ലല്ലോ ബസ് സ്റ്റോപ്പിൽ. ആരും എന്ത് ചെക്കന്മാരിന്റെ പലകൊക്കെ പൊളിച്ചിട്ടോ? എന്താ ഇത്? പടച്ചോനെ, പൈസ! ഇറങ്ങുമാനെ, വെള്ളം കുടിച്ചു പോവാ. വേണ്ട, ഓരോരുത്തർക്ക് പോവാൻ. എന്താ വാപ്പ, കിട്ടിയില്ലേ? കിട്ടി മാനെ. വാപ്പ നിങ്ങളെന്താ തരീണ്? പൈസ എവിടെ? ബാഗ് എവിടെ വെച്ച് മറന്നടാ മോനെ. ഒന്നര വാപ്പ പോയി നോക്ക്, ഇവിടെ വെച്ച് തെരഞ്ഞു നോക്ക് വാപ്പ. ഈ പണ്ടാർ തന്നേലും കൊണ്ട് തോറ്റുപോയല്ലോ. ഭാര്യ അനിയത്തിലെ പണം വെച്ച പൈസയാണ് എവിടെ കൊണ്ടുപോയിട്ട് ഈ പണ്ടാർ തന്ത കൊണ്ടുപോയി കുത്തിയിട്ടേക്കണ്. റബ്ബേ, എവിടെ പോയാണ് അവന്റെ ബാഗ്? മക്കളെ, ഒരു കറുത്ത ബാഗ് എവിടെയെങ്കിലും കണ്ടോ? മാനെ, എന്റെ ബാഗ് എങ്ങാനും ഇവിടെ വെച്ചടാ. എന്താണ് മാനെ, ഞാൻ ബാങ്കിൽ നിന്ന് പണം വെച്ച് വരുന്ന കായ 2.5 ലക്ഷം ഉണ്ട്. എന്റെ ചെക്ക എന്നെ കൊല്ലി, എവിടെ വെച്ചാണാവോ? ഒരു ഓർമ്മയില്ല മോനെ. എന്റെ പേരക്കുട്ടിയുടെ കല്യാണം അടുത്ത ആഴ്ച. ഇക്ക ഇവിടെ വെച്ചിട്ടില്ലല്ലോ. നിങ്ങള് കഴിഞ്ഞ ബസ് സ്റ്റോപ്പിൽ പോയി നോക്കിയോ? നിങ്ങൾ അങ്ങോട്ട് പോയതേ അല്ല. നിങ്ങള് ബസ്സിലെങ്ങാനും വെച്ച് മറന്നു പോയോ? മാനെ, ഞാൻ ബസ്സിലല്ലടാ പോയി. അപ്പൊ ആ മയമുട്ടരെ ഒക്കെ വന്നപ്പോ ആ വണ്ടിമേല പോയതേ. ഇനി ബസ് സ്റ്റോപ്പിൽ ഉണ്ടോണാവോ? എവിടെ പോയി തെറിയ റബ്ബേ. എടീ, ആ പണം വെച്ച പൈസ അല്ലേ, ആ തന്ത കൊണ്ടുപോയിട്ട് ആർക്ക് കൊണ്ടുപോയി കൊടുത്തേക്ക? ഇനിയിപ്പൊ എന്താ ചെയ്യാ 2.5 ലക്ഷം ഉറുപ്പ്യക്ക്? ഞാൻ അത്ര ഇതായിട്ടില്ല, എന്റെ അനിയത്തിനടുത്തല്ലേ പണ്ടം കൊടുന്ന്. തന്തയുടെ മയ്യത്തി ഞാൻ എടുക്കും. തന്തക്കുള്ള ഞാൻ കാണിച്ചു കൊടുക്കാം, അങ്ങോട്ട് പറ്റാ. എന്താ പടച്ചോനെ, ഇപ്പൊ എന്താ ചെയ്യണ്ട റബ്ബേ? പൈസ പാവങ്ങളെ പൈസ കൊണ്ടപ്പോ ഇതിപ്പോ എന്താ ചെയ്യാ? പീടികളിൽ നിന്ന് പോയി ചോദിച്ചോട്ടെ, അതിന്റെ പൈസ ആണാവോ? അതെ, എനിക്ക് ആ ബസ് സ്റ്റോപ്പിൽ നിന്നേ ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട്. അതിൽ കുറച്ച് പൈസ ഉണ്ട്. ആരാണാവോ? ആരോ ബസ്സിന് കാത്തുക്കുമ്പോ പോയതാ തോന്നുന്നുണ്ട്. ഇതിൽ കുറച്ച് പൈസ ഉണ്ട്. എന്താ ആവശ്യത്തിനും ആരോ ഇതുണ്ടോ, 2.5 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്. ഇത് ആരെന്നല്ല അറിയോ നിങ്ങക്ക്? ഒരു കാകപ്പോ കാശ് തെരഞ്ഞിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതെ, അത് എവിടെ വെച്ചത് അതിനറിയില്ല.
അത് അതിന്റെ വീട് ഇവിടെ അടുത്താണ്, 2 കിലോമീറ്റർ ആണ്ട് പോകണം. എവിടെ എങ്ങനെ പോവാ വഴി പറഞ്ഞുതരോ, ഞാൻ കൊണ്ടുവരത്തോളാം. ഇത് അതിലാണ് പോയിട്ട് റൈറ്റിലൊരു ബസ് സ്റ്റോപ്പ് കാണാം. അതിന്റെ നേരെ ഫ്രണ്ടിലൊരു ഓടിട്ട വീടുണ്ട്, 2 നില മതി. ഈ റോഡ് നേരെ അല്ലേ? 2 കിലോമീറ്റർ പോകണം അല്ലേ? 2 കിലോമീറ്റർ. ആളുടെ പേരെന്താ? പേരെന്താന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. വീട് ഓക്കെ ആണ് അല്ലേ? ഞാൻ ചോദിച്ചോളാം. എന്നാ ശരി, സന്തോഷം. എന്തായാലും നല്ല മനസ്സിന്റെ ഒരു ഉടമയാണ് മൂപ്പര്. അല്ലാ, എന്റെ ചെക്കഞ്ഞ് എന്തൊക്കെ എന്നെ പറയണോ? ൊക്കെ തെരഞ്ഞു, അവിടെ ഒന്നും കാണാനല്ല. എന്താ ചെയ്യാ റബ്ബേ ഞാൻ? നിങ്ങൾ സത്യം പറയും, ആ പൈസ ആർക്കാ കൊണ്ടെടുത്ത്? എന്താ മാനേജ് പറയുന്നത്? ഞാൻ ആർക്കും കൊണ്ടിരിക്കാൻ എനിക്ക് കയ്യും കാലും കുഴഞ്ഞിട്ട് പോയി. ഈ ബാക്കിയുള്ളത് എന്റെ പെണ്ണുകളുണ്ട് പറ്റേട്ടാ. അവിടെ ഇവിടെ കൊണ്ടുകൊടുത്തിട്ട് വന്നേർക്ക് തന്ത പറയണേക്ക്. ഇനി കുട്ട കല്യാണത്തിന്റെ പൈസ ആരെ കൊന്നിട്ടാണെങ്കിലും ഉണ്ടാക്ക്. എന്താ പിന്നെ ഇത് നിങ്ങളുടെ ബാഗാണ്, നോക്കി നോക്കി. എനിക്ക് ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് കിട്ടിയതാ. ഇതില് കുറച്ച് പൈസയുണ്ട്. അത് ഇന്റെ മോനെ. ഇക്കാക ഇത് എനിക്ക് ബസ് സ്റ്റോപ്പിൽ നിന്ന് കിട്ടിയതാണേ. അതെ, നിങ്ങളുടെ പൈസ നോക്കി നോക്കിയാല്. അതന്നെ മോനെ. അതെ, ഞാനവിടെ വന്നപ്പോണ്ട് ഈ സാധനം ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നു. അവിടെ ആരും ഉണ്ടായില്ല. ആരും എനിക്കാകെ അറിയില്ല. അപ്പൊ ഞാൻ ആ പീടിയയിൽ ചോദിച്ചപ്പോഴാ പറഞ്ഞു നിങ്ങൾ പൈസ കാണാൻ ഞാൻ തെരഞ്ഞു വന്നു. ഇതൊന്നും കിട്ടിയിട്ടുണ്ടെങ്കിലേ, ഇതൊന്നും കിട്ടിയോണ്ട് ഒന്നും ആവില്ല കാക. എന്റെ പേരക്കുട്ടിയുടെ കല്യാണാണ്. അത് പറഞ്ഞു, ആ പീഡിയക്കാരൻ പറഞ്ഞു. എന്നാ മോനെ, പൈസ അല്ലല്ലോ നോക്കിക്കോളൂ. ഞാൻ പോട്ടെന്നാ. അന്നെ പറച്ചോനാ മോനെ എത്തിച്ചു. ശരിട്ടാ, ശരിട്ടാ. മോനെ, അതില് പൈസ എത്ര ഉണ്ടെന്ന് എണ്ണിക്കോ. 2 അല്ലേന്ന്. 2 എന്നാ എടുത്തു വെച്ച മോനെ, ഇന്നെ കൊണ്ട് അണക്കും എന്റെ പെണ്ണിനും ഒരു ബുദ്ധിമുട്ട് വേണ്ട. പാപ്പ അങ്ങോട്ട് പോവുക. അപ്പൊ പോവാട്ടാ. ഒരു വാപ്പാരും മക്കളെ ഒന്നും പറ്റിക്കാറില്ല കേട്ടോ.